അത് ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി. അദ്ദേഹം അവർ കൊള്ള ചെയ്യുമ്പോൾ അതൊരു വീഴ്ചയാണ്. ഇ ഡി എന്നൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. 2100 കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു? എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല? 9.5% ഇൻട്രസ്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ. പിന്നെ 22 കോടി കമ്മീഷൻ ആർക്ക് കൊടുത്തു? അപ്പോൾ ഇതെല്ലാം നോർമൽ പ്രശ്നങ്ങളാണ്. ഫേമ അപ്രൂവൽ എടുത്തോ? RBIൻ്റെ അപ്രൂവൽ എടുത്തോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞ് ഓടരുത്. നിങ്ങൾ അതിൻ്റെ മറുപടി തരിക. ഇതല്ലേ ഒരു 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 സർക്കാരിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ? അതല്ലാണ്ട് രാഷ്ട്രം എന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത് പാർട്ടി ഫണ്ടല്ല, ഇത് CPMൻ്റെ ഇൻറ്റേർണൽ മാറ്റർ അല്ല, ജനങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു കടമാണ്. അപ്പോൾ ജനങ്ങളുടെ പേര് ഞങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ ED അന്വേഷിക്കുന്നു. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പേടി? എന്തോ അല്ല, മൊത്തം അന്വേഷിക്കുന്നു. എത്രയോ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണ് ലണ്ടൻ പോയിട്ട് ഈ കാശ് റേസ് ചെയ്യുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ പോകുന്നുണ്ടോ? എന്താ എല്ലാവരും ഇന്ത്യൻ ബാങ്കിൽ നിന്നല്ല കാശ് എടുക്കുന്നത്? ബോണ്ട് എല്ലാ സ്റ്റേറ്റ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇന്ത്യൻ ബോണ്ട്സ് ആണല്ലോ റേസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട്? എന്താണ് ഇതിൻ്റെ താല്പര്യം? ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഒരു ആലോചന? എന്തായിരുന്നു ചിന്ത? എന്തായിരുന്നു അതിൻ്റെ സ്ട്രാറ്റജി? ഒന്ന് പറയണം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ചോദ്യമല്ലേ, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമല്ലേ? അതിൻ്റെ ഒരു ഉത്തരം തരണം. ഒരു സർക്കാരിൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ് അത് പറയാൻ. ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പോവല്ല ചെയ്യേണ്ടത്, ഒളിച്ചു പോവല്ല ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയം. ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കടമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾക്കൊരു അവകാശമില്ലേ? പറയണം. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇവരെല്ലാം എന്താ പറയുക, യൂസ്ലെസ് രാഷ്ട്രീയമാണ്. ഇതാണിപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ്. കാരണം ഒരു മെട്രോ ശ്രീധരൻ എന്ന കാൻഡിഡേറ്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഇങ്ങനത്തെ പോലെ MLA-മാരാണ് തല കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും റിഗ്രറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാട് ജനങ്ങളാണ്. കാരണം അവരുടെ MLA ഇങ്ങനത്തെ ഒരു MLA ആയിരുന്നു തല വെച്ച് കെട്ടിയിരിക്കുന്നത് കോൺഗ്രസ്. അതിപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഞങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. പിന്നെ മറ്റു വശത്ത് LDFൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അവരുടെ അഴിമതിയും ശബരിമലേൻ്റെ കൊള്ളയും. അപ്പോൾ ഇതാണ് 3 ചോയ്സ്. ഈ ഇലക്ഷനിൽ 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ്. BJP NDA വികസനത്തെക്കുറിച്ച് പറയുന്നു. ഈ മറ്റ് 2 പാർട്ടി വിവാദങ്ങളും സ്ത്രീ പീഡനമുള്ള MLA-മാരും ശബരിമല കൊള്ള ചെയ്യുന്നതും കിഫ്ബിയിൽ കൊള്ള ചെയ്യുന്ന പാർട്ടികളാണ്. ഇതാണ് 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ. അത് കണ്ട് എന്തോ നോക്കി, ഇതെല്ലാം ഒരു ഫിക്സ്ഡ് മാച്ച് അല്ലേ? എന്തിനാണ് ഇത്? നോക്കൂ, നമ്മൾ മാധ്യമ സുഹൃത്തോട് ഞാൻ പറയാണ്, ഇത് കേൾക്കുന്ന കാണുന്നവരും നമ്മളെല്ലാവരും വിഡ്ഢികളാണോ? ഇത് 3 മാസം മുമ്പ് സുവോമോട്ടോ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ എലക്ഷൻ്റെ 10 ദിവസം മുമ്പേ ഈ നാടകം ചെയ്യുമ്പോൾ ആരെയാ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ഞാൻ ഏറ്റവും ബഹുമാനത്തോടും മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ സമയമെല്ലാം കഴിഞ്ഞു. ഈ ഓരോരോ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ നാടകങ്ങൾ, അതിന് സമയം കഴിഞ്ഞു. ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ്? നിങ്ങൾ ഭരണം, നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ തന്ത്രങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഫെയിൽ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു.